എവിടെ പോവാ? തെള്ളിയൂർക്കാവിൽ പോവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും തുടങ്ങുന്നതിന് മുന്നേ പോയത്. ഇന്ന് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു പോവാണ്. തുടങ്ങിയ അന്ന് പോയില്ലേ? തുടങ്ങുന്നതിന്റെ തലേന്ന് പോയി. അല്ല 16 തുടങ്ങുന്നത്. ശരി അല്ല, ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഇട്ട വീഡിയോയിൽ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം തുടങ്ങുന്നതിൻ്റെ തലേന്ന് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അധികം ആൾക്കൂട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ. ഇത് ഞങ്ങൾ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം തുടങ്ങിയിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടിട്ടില്ലാത്തവരുണ്ടാകും. കാരണം നമ്മുടെ ലൈവിലൊക്കെ വരുന്ന ഒരുപാട് പേര് അത് ശരിക്കും എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പത്തനംതിട്ട ജില്ലയിലുള്ള തെള്ളിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അമ്പലത്തിൽ, അവിടുത്തെ ദേവീ ക്ഷേത്രത്തിൽ ആയിട്ട് ബന്ധപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ ഒരു കാർഷിക മേളയാണ് തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം എന്ന് പറയുന്നത്. ഇത് മണ്ഡല വ്രതാരംഭ ദിനം മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കാർഷിക മേളയാണ്. ചിലപ്പോഴൊക്കെ 10-12 ദിവസമൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് കേട്ടോ. കാർഷിക വിളകളും ആയുധങ്ങളും വീട്ടുപകരണങ്ങളും ഒക്കെ ഇവിടെ കച്ചവടത്തിന് പ്രധാനമായി എത്തുന്നുണ്ട്. ഫേസ്ബുക്കിലെ ചില വീഡിയോസിൻ്റെയൊക്കെ ഇതിലും ചില കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ക്ഷേത്ര പരിസരത്ത് മീൻ കച്ചവടം നടത്തുമോ എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഉണക്കസ്രാവ് വിൽപ്പന. അതായത് ക്ഷേത്രത്തിന് സമീപം ഉണക്കസ്രാവും ഉണക്കമീനും ഒക്കെ വിൽപ്പന നടത്തുക എന്നുള്ളൊരു കൗതുക കാഴ്ച ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തെള്ളിയൂർക്കാവ് ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ പേ ആൻഡ് പാർക്കാണ്. അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നോക്കൂ, അവിടെ നിറയെ വണ്ടിയായി. ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഓരോ തരത്തിലുള്ള കടകളുണ്ട്. ഇവിടെ പിള്ളേർക്കൊക്കെ കയറാനും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടം പോലെ റൈഡുകളൊക്കെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഉത്സവം, നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല വൈബാണ് കേട്ടോ. നിറയെ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കടകൾ മാത്രമേ ഉള്ളൂ. അത് എന്ത് ടൈപ്പ് കടകളാണെങ്കിലും ഉണ്ട്. ഇപ്പം നമുക്ക് കട്ടിൽ, ഈ ഫർണിച്ചർ, കട്ടിൽ, അത് ഇത്, മേശ, ദിവാങ്കോട്ട, എന്ത് വേണമെങ്കിലും ഐറ്റംസ് ഉണ്ട്. ഒരു വീട്ടിലോട്ട് വേണ്ട A to Z കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ചെരുപ്പ് മേള എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കയറിട്ടോ. 49 രൂപ എന്നൊക്കെ എഴുതി വെച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ 100 രൂപയുടെ ചെരുപ്പേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു ബിസിനസ് ട്രിക്ക് ആവാം. എന്നാലും എനിക്ക് വെച്ച് ബാക്കി 3 പേർക്കും ചെരുപ്പ് മേടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളിതേ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. ആദ്യം ഞങ്ങളെല്ലാവരും ഒരു ഐസ്ക്രീം മേടിച്ചു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വലിയ ആളൊന്നും ഇല്ലായിരുന്നു, തിരക്കില്ലായിരുന്നു കൊണ്ട് ഇരുന്ന് വളരെ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടെ ഭയങ്കര ആളായിരുന്നു, ശ്വാസം വിടാൻ ഇടയില്ലാത്ത രീതിയിലാണ് ഞങ്ങളിവിടെ നിന്നത്. അന്ന് ഞങ്ങളൊരു സാറ്റർഡേ സൺഡേ സമയത്താണ് വന്നത്. ഇതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ അത്രയ്ക്ക് തിരക്കില്ലായിരുന്നു കേട്ടോ. ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ട് അടുത്തതും കൂടെ ഞങ്ങൾ മേടിച്ചു. അങ്ങനെ അത് കോംബോ ആയിരുന്നു കേട്ടോ. 2 കോംബോ, ഒരു ഈന്തപ്പഴത്തിൻ്റെയോ അത്തിപ്പഴത്തിൻ്റെയോ എങ്ങാണ്ട് കോംബോ ഒക്കെ ആയിരുന്നു. അതും കഴിച്ചിട്ട് അവിടുന്ന് പിന്നെയും മുന്നോട്ട് പോയപ്പോഴത്തേക്കും ദേ മുന്നിലൊരു പാനിപ്പൂരിയുടെയും ബജിയുടെയൊക്കെ കട. പിന്നെ ഒന്നും നോക്കിയില്ല, എന്ത് വന്നാലും പാനിപ്പൂരി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് എവിടെ പോയാലും പാനിപ്പൂരി ട്രൈ ചെയ്യും. അപ്പോൾ പാനിപ്പൂരി ട്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു. പാനിപ്പൂരി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്ത് കോളിഫ്ലവർ ബജി കണ്ടു. അത് ഹന്നൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി, ഫ്രൂട്ടിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതും ഒരു സെറ്റ് മേടിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ദേ മുന്നിൽ ഒരു അലുവാക്കട. ഹലുവ കണ്ടപ്പോഴത്തേക്കും പിന്നെ അവിടെ വെറൈറ്റീസ് ഓഫ് ഹലുവ ഇങ്ങനെ നിരത്തിയിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവിടെ കയറി. ആ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും സാമ്പിൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു എന്നുള്ളതാണ്. സാമ്പിൾ തന്നെ തിന്ന് അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു 2 ഫ്ലേവർ ഉണ്ടായിരുന്നു, അത് മേടിച്ചു. ഒന്ന് ഈന്തപ്പഴത്തിൻ്റെയും ഒരെണ്ണം മാതള നാരങ്ങയുടെയും. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോയപ്പോൾ അവിടെ ഒരാൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. ഞങ്ങളിവിടെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വൈബാണ്. ആ വൈബൊക്കെ ഒന്ന് കാണുക, കടകളും രാത്രി കാഴ്ചകളൊക്കെ ഒന്ന് കാണുക, അത്യാവശ്യം വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുക, പിന്നെ എസ്പെഷ്യലി നല്ല ഫുഡ് കാണും, അതൊക്കെ ഒന്ന് കാണുന്നത് ഒരു സന്തോഷമാണല്ലോ. പിന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇതിനുവേണ്ടിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ അവർക്ക് വേണ്ട കാര്യങ്ങളും ചോയ്സും ഒക്കെ ഇതിനിടയ്ക്ക് മേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭത്തിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നാണയമൊക്കെ നിലയിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ നമ്മൾ ബാർട്ടർ സിസ്റ്റം പരസ്പരം കൈമാറിയായിരുന്നല്ലോ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് തങ്ങളുടെ ഇഷ്ടദേവതയായ ഈ തെള്ളിയൂർക്കാവ് ഭഗവതിക്ക് നേർച്ചയും കാഴ്ചയൊക്കെ അർപ്പിക്കാൻ വേണ്ടി ക്ഷേത്രത്തിനടുത്തുള്ള ആൽത്തറ മൈതാനിയിൽ ധാരാളം പേര് എല്ലാ വർഷവും വൃശ്ചിക 1 എത്തിയിരുന്നു. അപ്പം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തരെ എങ്ങനെ
എങ്ങനെയാണ് അവർ സാധനങ്ങൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അവരുടെ കുലത്തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിരിക്കും ദേവിക്ക് കാഴ്ചയായിട്ടൊക്കെ സമർപ്പിക്കുക. അപ്പോൾ ആ സമയത്ത് അരയ സമുദായത്തിൽപ്പെട്ടവർ അവരുടെ കുലത്തൊഴിലുമായി ബന്ധപ്പെട്ട ഉണക്കസ്രാവുകളാണ് ദേവിക്ക് നേർച്ചയായി സമർപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് ഇന്നും ഇവിടെ ഉണക്കസ്രാവ് വിൽപ്പന പതിവ് തെറ്റിക്കാതെ നടക്കുന്നത്. കാലം എത്ര തിരക്കിട്ട് മുന്നോട്ട് പോയാലും അതിനൊന്നും പിടികൊടുക്കാതെ പഴമയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ പഴയ ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ സൂക്ഷിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ആഘോഷമാണ് ഈ തെള്ളിയൂർ വൃശ്ചിക വാണിഭം എന്ന് നമുക്കതിനെ പറയാൻ പറ്റും കേട്ടോ. ഇവിടെ നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസമൊക്കെയാണ്, വൈബാണ്. പക്ഷേ നമുക്ക് അതുകൊണ്ട് വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിള്ളേർക്ക് വേണ്ടി കുറേ ബലൂൺസും കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മേടിച്ചു. ശരിക്കും പറഞ്ഞാൽ കഴിക്കാനുള്ള സാധനങ്ങളാണ് കൂടുതൽ മേടിച്ചത്. അങ്ങനെ മേടിയിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. ദേ ഇവിടെ പോകുന്ന വഴിക്ക് കണ്ടോ കുറേ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ചേനയോ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല അതാ ചെടിപ്രേമികൾക്ക് ധാരാളം ചെടികളും ധാരാളം വൃക്ഷത്തൈകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് ഇവിടെ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി നോക്കിയപ്പോഴത്തേക്കും എന്താ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കട, ഒരു ചേട്ടൻ നടത്തുന്നൊരു കടയുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ആദ്യം നമ്മൾ ബലൂൺ മേടിക്കാൻ കയറിയെടുത്തൊന്നും ഹൈഡ്രജൻ ബലൂൺ ഇല്ലായിരുന്നു. പോകുന്ന വയ്ക്കതേ പിന്നെ ഹൈഡ്രജൻ ബലൂൺ, പിന്നെ അതും കൂടി അങ്ങോട്ട് മേടിച്ചു. അപ്പം മൊത്തത്തിൽ ഇപ്പം ഒരു 5ഓളം ബലൂണുകളായി. ഞങ്ങൾ ശരിക്കും ഒരു 5 മണി കഴിഞ്ഞപ്പോൾ എത്തിയതാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടി, രാത്രിയായി കഴിഞ്ഞു. എല്ലാം കണ്ടും കെട്ടും പോകുമ്പോൾ ഏകദേശം ഈ സമയമാകും. കാരണം അത്രമാത്രം ഒരുപാട് ഏരിയയിലാണ് കേട്ടോ ഇതുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ അമ്പലത്തിന് ഏകദേശം തൊട്ടടുത്താണ് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നേരെ അവിടെ ഇറങ്ങി. അവിടെ കപ്പയും മീൻകറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. കാരണം വീട്ടിൽ പോയി ഇനി കഴിച്ച സമയം കളഞ്ഞു. അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നേരമാണ് ഗൈസ് ഒരു കാര്യം ഉണ്ടായത്. ഫുഡ് കഴിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഹന്നൂട്ടിയുടെ കയ്യിൽ നിന്ന് അവിചാരിതമായി ഹന്നൂട്ടിയുടെ ബലൂണ് പറന്നുപോയി. പിന്നെ എന്ത് ചെയ്യാനാ, ഇനി അടുത്ത ദിവസം വരുമ്പോൾ മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞങ്ങൾ ഇങ്ങ് പോകുന്നു. അപ്പോൾ ഈ വർഷത്തെ തെള്ളിയൂർക്കാവ് വിശേഷമൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.